ഫ്രണ്ട്സ്, എനിക്കറിയാം നിങ്ങളിൽ ഒരുപാട് പേർക്ക് ശരീരത്തിൽ ഫാറ്റ് ഉള്ളത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതായത് കൂടുതലും പേർ അവനവൻ്റെ ബോഡിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഷെയിമാകുന്ന ഒരു കാര്യമാണ് എൻ്റെ വയറ് ചാടിയിരിക്കുകയാണ്, എൻ്റെ വയറ് കുറച്ച് ചുരുക്കണം, ഇത് എൻ്റെ ടോട്ടൽ അപ്പിയറൻസിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്, ഒരു പവർഫുൾ പേഴ്സണായിട്ട് എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഫീൽ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. എന്നാൽ ആർക്കാണോ തൻ്റെ വയറ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ശരിക്കും ഉപയോഗപ്പെടുക. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാം. എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലെ ഫാറ്റ് പെർസെൻറ്റേജ്, പ്രത്യേകിച്ച് നിങ്ങളുടെ വയറിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. ചില ആളുകളൊക്കെ പറയാറില്ലേ, നിങ്ങൾ തന്നെ യൂട്യൂബിലും മറ്റും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, വളരെ ചുരുങ്ങിയൊരു കാലം കൊണ്ട് തന്നെ ശരീരത്തിന്റെ ഫാറ്റ് കുറച്ചതായിട്ട്, വയറ് കുറച്ചതായിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കൃത്രിമമായി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ആത്മാർത്ഥമായിട്ട് ഡയറ്റും എക്സർസൈസും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ തന്റെ വയറ് കുറച്ചെടുത്തവർ, ഫാറ്റ് കുറച്ചെടുത്തവർ, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. അങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് ഏത് എക്സർസൈസുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്തെ, അതായത് ആബ്ഡോമൻ ഭാഗത്തെ മാത്രം ഫാറ്റ് എടുത്ത് കളയുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഫാറ്റ് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തെ മാത്രം ഫാറ്റായിട്ട് കുറയ്ക്കുവാനൊന്നും പറ്റില്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഫാറ്റ് റിഡ്യൂസ് ചെയ്യേണ്ടത് തന്നെയാണ് വാസ്തവത്തിൽ. ചില ആളുകൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ, അവരുടെ കൈയും കാലും ഒക്കെ വളരെ വണ്ണം കുറവായിരിക്കും, പക്ഷെ അവരുടെ വയറ് വളരെയധികം വലുതായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ ശരീരത്തിന് വലിയ തടിയൊന്നുമില്ല, അതായത് കയ്യിനും കാലിനൊന്നും തടിയില്ല, പക്ഷെ വയറിന് മാത്രം വളരെയധികം വലിപ്പമായിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനനുസരിച്ചുള്ള എക്സർസൈസുകൾ നിങ്ങൾ ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ. അതായത് വയറ് കൂടുതലുള്ള ഒരു വ്യക്തി കയ്യും കാലും തടിയില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലും കാലിലും സ്റ്റോർ ആയിരിക്കുന്ന ഫാറ്റിന്റെ അളവ് കുറവാണ്, വയറിന്റെ ഭാഗത്ത് ഫാറ്റ് കൂടുതലായി സ്റ്റോർ ആയിരിക്കുന്നു. ഇതിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വയറിന്റെ ഭാഗത്തൊക്കെ എത്രയാണോ ഫാറ്റ് സ്റ്റോർ ആയിരിക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങളുടെ കൈകാലുകളിലേക്കും ഫാറ്റ് സ്റ്റോർ ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശരീരം ഏകദേശം ഒരേ ഒരു സിമെട്രിയിലേക്ക് വരുന്നതാണ്. എന്നാൽ ഈ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി, ശരീരത്തിലെ ഫാറ്റ് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് 5 തരത്തിലുള്ള വ്യായാമങ്ങളാണ് പറഞ്ഞു വരുന്നത്. എവിടെയാണോ ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ആ ഭാഗത്തു നിന്ന് ഫാറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ നല്ല മൂവ്മെന്റ് കൊടുത്തുകൊണ്ടുള്ള പ്രാക്ടീസുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ മറ്റൊരുപാട് വ്യായാമങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ അബ്ഡോമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളുടെ വയറിന്റെ ഭാഗത്തേക്കുള്ള വ്യായാമങ്ങളെ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലെ ഒന്നാമത്തെ വ്യായാമമാണ് മൗണ്ടെയിൻ ക്ലൈംബർ എന്ന വ്യായാമം. അത് എങ്ങനെയാണ് ചെയ്യുക? ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കൈകൾ രണ്ടും നിലത്ത് കുത്തിയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഉപയോഗിച്ച് മൗണ്ടെയിൻ ക്ലൈംബിംഗ് ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് പ്രത്യേകിച്ച് പൊസിഷൻ ചേഞ്ചിങ് ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് നിർത്തിയിട്ട് വീണ്ടും അത് ചെയ്യാം. നിങ്ങൾ എത്ര സമയമാണ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ചാൽ, എത്ര നേരം നിങ്ങളിത് ചെയ്യുമ്പോഴാണോ നിങ്ങൾ വിയർത്ത് കുളിക്കുന്നത്, നിങ്ങൾക്ക് ടയേർഡ് ആകുന്നത്, അത്രയും നേരം തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ബോഡിയിലേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇത് നിങ്ങളുടെ വയറിലേക്കുള്ള എക്സർസൈസ് ആണെന്നുള്ള ഓർമ്മ വേണം. അതിൻ്റെ കൂടെ മറ്റു പല ഭാഗങ്ങളിലേക്കും സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള എക്സർസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിലേക്ക് നല്ലൊരു എക്സർസൈസ് കിട്ടും. ഇത് നിങ്ങളുടെ വയറിലെ ഫാറ്റിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണ് മൗണ്ടെയിൻ ക്ലൈംബർ എന്ന എക്സർസൈസ്. ഇതിന്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് മൗണ്ടെയിൻ ക്ലൈംബർ എന്ന് യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട മറ്റൊരു എക്സർസൈസ് ആണ് ജാക്ക് നൈഫ് സിറ്റപ്പ്. ഈ സിറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വയറിന് നല്ല വ്യായാമമായിരിക്കും അതിലൂടെ കിട്ടുന്നുണ്ടാവുക. വയറിന്റെ ഭാഗത്തുള്ള കൊഴുപ്പിനെ എല്ലാം തന്നെ ഉരുക്കി കളയുവാൻ പാകത്തിലുള്ള ഒരു വ്യായാമമാണിത്. ഇത് പെർഫോം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളത് ഇതുപോലെ ഒരു മാറ്റ് വിരിച്ച് നിലത്ത് കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളും തലയുടെ മുകളിലേക്ക് ഇങ്ങനെ തൊഴുകൈയായിട്ട് കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്ന് കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് കൈയിനെ കൊണ്ടുവരിക. ആ സമയത്ത് നിങ്ങളുടെ കാലുകളും മുകളിലേക്ക് വലിക്കുക. ഇങ്ങനെ സിറ്റപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വ്യായാമം അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് കുറച്ച് ഹാർഡാണ്. കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. നിങ്ങളിത് ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ റിസൾട്ട് കൂടുതലായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് സ്ലോ ആയി ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ റിസൾട്ട് കൂടുതൽ ഉണ്ടാവുക. ഈ രീതിയിൽ നിങ്ങളിത് കുറച്ച് സമയം ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എത്രയധികം ചെയ്യാൻ പറ്റുമോ, എത്ര പ്രാവശ്യം ചെയ്യുമ്പോഴാണോ നിങ്ങൾ ടയർഡ് ആവുന്നത് അതുവരേക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നല്ല തടിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ചെയ്യാൻ പോലും പറ്റുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ബെൻഡ് ചെയ്തുകൊണ്ട് ഈ ജാക്ക് നൈഫ് സിറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പതുക്കെ പതുക്കെ ഇതിന്റെ ടൈം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. കൂടുതൽ നേരം ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ വയറിന്റെ ഭാഗത്തേക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും.
ഫ്രണ്ട്സ്, നമ്മളിൽ പലരും പലപ്പോഴും മാനസിക പിരിമുറുക്കം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രെസ് ആൻഡ് പ്രഷർ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇത് നമ്മളുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മാനസികാവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഇല്ലാതെ ജീവിക്കുവാൻ പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാനൊരു ബുക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ആൻഡ് പ്രഷർ എന്ന പുസ്തകമാണ്. ഇതിൻ്റെ ഓഡിയോ ബുക്ക് മലയാളത്തിൽ കുക്കു FM-ൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ബുക്കിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സജസ്റ്റ് ചെയ്തു തരുന്നത്. ഈ ഓഡിയോ ബുക്ക് നിങ്ങളുടെ ലൈഫിലെ സ്ട്രെസ് എല്ലാം റിമൂവ് ചെയ്യുവാനുള്ള നല്ലൊരു സപ്പോർട്ടായിരിക്കും നൽകുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള 10,000-കണക്കിന് ഓഡിയോ ബുക്കുകളുടെ ആക്സസ് ലഭിക്കുവാൻ വേണ്ടി കുക്കു FM നിങ്ങൾക്ക് ഒരു ഓഫർ നൽകുന്നുണ്ട്. അതാണ് 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അതായത് നിങ്ങൾ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് ഒരു മാസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഫീസിൽ 50% ഇളവ് നൽകുന്നു. അതായത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് കുക്കു FM ഒരു മാസത്തേക്ക് ലഭിക്കുന്നു. നിങ്ങളിതിന് എന്താണ് ചെയ്യേണ്ടത്? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും നമ്മൾ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കുക, കുക്കു FM വിസിറ്റ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. അതിനുശേഷം തിരിച്ചു വീഡിയോയിലേക്ക് വരും. അതിനോടൊപ്പം നിങ്ങൾ ചെയ്തിരിക്കേണ്ട മൂന്നാമത്തെ എക്സർസൈസ് ആണ് റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഭാരമുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ജിമ്മിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടൂൾസ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ പിടിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക. അതിനുശേഷം ഈ പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം ഇടത്തോട്ടും വലത്തോട്ടും ആ വെയിറ്റിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് റഷ്യൻ ട്വിസ്റ്റ് എന്ന വ്യായാമം. ഇത് നിങ്ങളുടെ വയറിന്റെ 2 വശങ്ങളിലുമുള്ള, അതായത് ഇടുപ്പ് ഭാഗത്തൊക്കെ ഓവറായിട്ട് കിടക്കുന്ന ഒരവസ്ഥയില്ലേ, അവിടെ ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥ, അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ വയറിന്റെ ഇരുവശത്തുമുള്ള ഫാറ്റിനെ റെഡ്യൂസ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കി തരാൻ ഉതകുന്ന നല്ലൊരു വ്യായാമമാണ്. ഇതിന് മുമ്പ് പറഞ്ഞ 2 വ്യായാമങ്ങളിലും ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെയല്ല ഇത് പൂർണ്ണമായും നിങ്ങളുടെ വയറിന്റെ സൈഡ് ഭാഗത്തുള്ള ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ വ്യായാമം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതരുത്. ഈ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബാക്കി എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ സൈഡിലുള്ള ഫാറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ്. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുന്ന എക്സർസൈസിന്റെ പേരാണ് കമാൻഡോ പ്ലാങ്ക്. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. അതായത് ഒരു ബെഞ്ചിന്റെ ഒരു സൈഡിലെ കാല് പോയതുപോലെ നിങ്ങൾ പുഷപ്പിന് നിൽക്കുന്ന പോലെ നിൽക്കണം. അതിനുശേഷം നിങ്ങൾ കൈമുട്ടുകൾ കുത്തിയിട്ട് കൈത്തണ്ടയിൽ കുത്തി നിൽക്കാൻ ശ്രമിക്കണം. വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ റിവേഴ്സ് പൊസിഷനിലേക്ക് വരരുത്. നിങ്ങൾ ആ പ്ലാങ്ക് പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. കുറച്ച് സമയം അങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ഈ വ്യായാമം തുടരുക. ഇങ്ങനെ നിങ്ങൾക്ക് നല്ലപോലെ ടയർഡ് ആകുന്നത് വരയ്ക്കും ഈ കമാൻഡോ പ്ലാങ്ക് എന്ന് പറയുന്ന എക്സർസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അടുത്ത വ്യായാമത്തെ കുറിച്ച് പറഞ്ഞുതരാം. ഇതിന്റെ പേരാണ് ഫ്ലട്ടർ കിക്ക്. ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തറയിൽ കിടക്കുക. 2 കൈകളും തറയിൽ പതിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് ചെറിയൊരു ബലം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഷോൾഡറും ഹെഡൊക്കെ ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കുക. അതിനുശേഷം 2 കാലുകളും നീട്ടി വെച്ചുകൊണ്ട് മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ അടിവയറിന്റെ ഭാഗത്തേക്ക് നല്ലൊരു പവർ കൊടുക്കുന്ന വ്യായാമമാണ്. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിവയറിന്റെ ഭാഗത്തുള്ള ആ ഒരു ഫാറ്റ് ആയിരിക്കും ബേൺ ചെയ്ത് പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയൊന്ന് താഴേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഷോൾഡറിനും റെസ്റ്റ് കൊടുത്തതിന് ശേഷം കുറച്ചു സമയം കാലങ്ങനെ പൊക്കി നിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതിനുശേഷം വീണ്ടും കാലുകൾ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക. കാലുകൾ പൊക്കുകയും താഴ്ത്തുകയും മാത്രമല്ല, ഇരുവശങ്ങളിലേക്കും ക്രോസ് ചെയ്തിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിന്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിവയറിലുള്ള ഫാറ്റ് മുഴുവൻ ബേണായി പോകുന്നതായിരിക്കും. നിങ്ങളുടെ വയറ് കുറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞു തന്ന വ്യായാമങ്ങളെല്ലാം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എവിടെയാണോ നിങ്ങളുടെ ഫാറ്റ് സെല്ലുകൾ ഉള്ളത് അതിനെയൊക്കെ നല്ലപോലെ ഹീറ്റാക്കുകയും എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് ആ ഫാറ്റിനെ ഉരുക്കി കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഫാറ്റ് ഒരുപോലെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടും ഈ വ്യായാമങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ പാലിക്കേണ്ട ചില ഭക്ഷണത്തിന്റെ ചിട്ടകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറയ്ക്കണം. നിങ്ങൾ ഷുഗർ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസുലിന്റെ കൗണ്ട് കൂടേണ്ടതായിട്ട് വരും. ഇൻസുലിന്റെ കൗണ്ട് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിശപ്പും കൂടും. അങ്ങനെ നിങ്ങൾ കൂടുതൽ കഴിക്കുന്ന ഒരാളായിട്ട് മാറും. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നിങ്ങൾ പഞ്ചസാരയുടെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെയധികം കുറയ്ക്കുക. എന്തെല്ലാം ഭക്ഷണങ്ങളിലാണ് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ ശ്രമിക്കുക. അത്തരം ഫുഡുകൾ ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക.
വളരെ അത്യാവശ്യത്തിന് മാത്രമുള്ള കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിച്ചാൽ മതി. എന്നാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിന് വർക്കൗട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പ്രോട്ടീനാണ്. കാരണം അതാണ് നിങ്ങളുടെ മസിൽ മാസിനെ ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ആയിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കമ്മിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസിൽ മാസ് ഉണ്ടാവുകയും ഫാറ്റിന്റെ അളവ് വളരെയധികം കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പിന് വളരെയധികം ഗുണം ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് ജിമ്മിൽ പോയി ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോം വർക്കൗട്ടാണിത്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയൊരു കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ വയറ് കുറച്ച് നല്ലൊരു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, വ്യായാമം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.